all our praises. Let us give thanks unto Him. Hallelujah, hallelujah. അല്പസമയം അതിനകത്ത് തുറന്ന് അതിന് പലവിധ സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ച് ഒരാഴ്ചവട്ടക്കാലം മുഴുവൻ പരിപാലിച്ച് പുതിയ ആഴ്ചവട്ടക്കാലത്തിന്റെ ഒന്നാം ദിവസം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ലോകമെമ്പാടും വിശുദ്ധന്മാരാത്മാവിലും ശബ്ദത്തിലും ആരാധിക്കുന്ന പ്രകാരം ദൈവപാദപീഠത്തിലേക്ക് കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കുന്ന ഈ സമയത്തിനായി ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചാട്ട് നമുക്ക് ലഭിച്ച ആരോഗ്യത്തിനായി വിടുതലായി സൗഖ്യത്തിനായി എല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ കരുണ എത്ര വലുതാ. ഹല്ലേലൂയ പാദാതി അടുത്ത അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ let us give thanks to God for helping us to come together, gathering in His presence. Hallelujah, calling above Father and coming to the throne of grace. Hallelujah, with confidence that my God is hearing my prayers. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നുള്ള ആ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലിന്റെ പകൽക്കാലത്തെ ശുശ്രൂഷകളെല്ലാം സ്വർഗ്ഗം ആശീർവദിക്കേണ്ടതിനായി നാം അനുഗ്രഹിക്കപ്പെട്ടവരായി വിടുതൽ പ്രാപിച്ചവരായി ദിവസം മടങ്ങേണ്ടതിനായി ഇന്ന് പകൽക്കാലം തിരു രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരേണ്ടതിന് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തോടെ ദിവസമെല്ലായിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾ അടുത്ത് വരുന്ന പകൽക്കാലം തിരുപാദപീഠത്തിൽ കടന്നു വന്ന് വിശുദ്ധ ആരാധനയായ അവിടുത്തെ സന്നിധാനത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യങ്ങളുടെ മധ്യമുണ്ട്. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്ന സാന്നിധ്യം കൊണ്ട് നന്ദി ചെയ്ത കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ. We praise you Lord. We worship your holy name. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ഹല്ലേലൂയ, ഞങ്ങളെ പരിപാലിച്ച പരിപാലനങ്ങൾക്കായി, ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ശുശ്രൂഷകളെല്ലാം അവിടുന്ന് ആശീർവദിക്കണമേ. ദാസന്മാരെ വിശുദ്ധന്മാരെ ശക്തിയോടെ ഞങ്ങൾ മധ്യ ഉപയോഗിക്കണം. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട വചനഭാഗങ്ങൾ പ്രബോധനങ്ങൾ ഹല്ലേലൂയ പകൽക്കാലം ഞങ്ങളുടെ മധ്യ വെളിപ്പെടുവാൻ കർത്താവിടെയാകണം. സകലത്തിലും അവിടുത്തെ നാമം മഹത്വപ്പെടണം. പാടുവാനും പ്രാർത്ഥിക്കാനും കൃപ നൽകി തരണം. സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ അവിടുത്തെ നാമം മഹത്വപ്പെടും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്വന്തം മതിയുടെ പരിശുദ്ധാത്മാവ് തന്നെ നയിക്കും. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവിൽ വന്ദനം. വിശുദ്ധ ആരാധനയ്ക്കായി കടന്നിരിക്കുന്ന ദേവദാസന്മാരെ ദൈവമക്കളെ ഓർമ്മ ദൈവത്തെ സ്തുതി എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഒന്ന് രണ്ട് പാട്ടുകൾ പാടണം. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ദൈവനാമത്തിന് മഹത്വം. അനുഭവപ്പെട്ട പകൽക്കാലം ദൈവസന്നിധിയിൽ അവൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ. നമുക്കെല്ലാം ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആമേൻ ഹല്ലേലൂയ ജീവിത സാഹചര്യത്തിൽ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയാണ് നമ്മുടെ ആനന്ദം. ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. ഹല്ലേലൂയ. ൂരിന്റെ താഴ്വരയിൽ കൂടെ നടന്നാല് ആമേൻ ഒരനർത്ഥവും ആമേൻ ഭവിക്കാതെ വേണം. അവന്റെ വടിയിൽ പോലും നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവജനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നത് കാണുന്നു. ഹല്ലേലൂയ. ഇത് ഏത് സാഹചര്യത്തിൽ നമ്മളായിരുന്നാലും ദൈവസന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ ആ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ദിനം ദിനം നീ വാഴ്ത്തുക എന്നുള്ള പാട്ട് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, വാഴ്ത്താം. ഹല്ലേലൂയ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ, നീ അനുദിനവും പാടി വാഴ്ത്തുക. അവരിൻ രക്തമേ, യേശുവിൻ രക്തമേ, അവരിൻ രക്തമേ, യേശുവിൻ രക്തമേ. Amen.
എന്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ഈ പാട്ട് ചേർന്ന് പാടി ഹല്ലേലൂയ എല്ലാ കാലത്തും ആശ്രയം വെക്കുവാൻ നമ്മുടെ സംഗീതമായ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ പഴയ ഗാനം ചേർന്ന് പാടി കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ബലമായ കർത്തനിൽ ശരണമതായ Hallelujah.
Hallelujah. All the praise that all the earth could ever give, Lord. Hallelujah. Lord, we pray that you brought us all safe and sound, that we can sit here and praise you, Lord. Hallelujah. God, thank you for the worship song that as we sang, Lord, let us forever, forever, forever worship you, Lord. For your word of all you created the earth, you created the stars, you called the stars by name, Lord. Hallelujah. You gave us the opportunity to praise you. Thank you for that, Lord. Hallelujah. Lord, as we sit down here, Lord, let your presence be with us. Let your spirit move us, Lord. We give all the service into your hands, Lord. Let your spirit speak to us, to the servant of God. Hallelujah. Lord, bless us so that we may be fulfilled with the spiritual food, and when we go back, we may be content and a source of everlasting life to others. Hallelujah. Be with us, and let your spirit be with us. In Jesus' name we say. Amen. Please be seated. എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേൽക്കാം. സംഗീതം പാടി ദൈവത്തിന്റെ മഹത്വം കരയറ്റാം. 118 സംഗീതം വാക്യബദ്ധമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 180. Let's have responsibly and glory to God. 118 സംഗീതം Psalm 180. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവനേക്കുമുള്ളത് അനുഗ്രഹം പറയട്ടെ. ദീർഘത്തിൽ ഞാൻ യഹോവ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി, എന്നെ വിശാല സ്ഥലത്താക്കി. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പൈക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവർ എന്നെ വളഞ്ഞു, അതേ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിൽ യഹോവ എന്നെ സഹായിച്ചു. വിലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരുവിൻ. ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമരുളി രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുകയും. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ നേരിട്ടുള്ളത്. ഹല്ലേലൂയ. Only thanks to the Lord, for he is good and his mercy endures forever. ഹല്ലേലൂയ. കരങ്ങളെ ദൈവത്തിൽ ഉയർത്തി നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. Now we are going to sing a couple of English songs. The choir will come forward. Hallelujah. And we are going to sing the English songs and worship God. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇംഗ്ലീഷ് ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയങ്ങളാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അവരോട് ചേർന്ന് പാടി ദൈവത്തെ ആത്മാവിനെ സത്യത്തിലും ആരാധിപ്പാൻ, ദൈവത്തിന്റെ മഹത്വം കരയറ്റുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ. നമുക്ക് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. Praise the Lord. In John chapter 8 verses 12 it says, Then Jesus spoke to them again, saying, I am the light of the world. He who follows me shall not walk in darkness, but have the light of life. When we look into the world that we're living in right now, we do see a lot of darkness in this world. When we look at the news, we see people talk about a lot of wars that are happening right now. There's a lot of murder that's happening right now. There's a lot of crime that is happening in this world. But God, He left everything behind,
to come into this dark world and die for our sins and give us a wonderful gift of salvation and also the hope of eternity. Now, it would be selfish on our end if we do not share this light with everyone else. You know, God has given us the great commission to spread His gospel to all our friends, our colleagues, our family, whoever we come across them. And it's very important that we share this light with them. You know, that is what God has commissioned to us in our life that we live on this earth. So I request all you believers to sing with us, Here I Am to Worship. Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life
ദൈവത്തിന്റെ കൂട്ടുവരുത്തിയ കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. Hallelujah. We are here to worship our Lord. ദൈവത്തെ ആരാധിക്കാൻ നാം കടന്നു വന്നിരിക്കുന്ന ദൈവസന്നിധിയിൽ ഇതുപോലെ കാലവത്താവിൽ സ്വതന്ത്രം ദൈവത്തെ ആരാധിക്കുന്ന ആ മഹനീയമായ അനുഭവത്തെ ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us thank God for enabling us to worship God in spirit and truth. Hallelujah. Glorious Lord, Heavenly Father, we thank you and praise you. Thank you, Lord, for bringing us together in your presence, O Lord. As we are going to be in your presence for some more time, we seek your face, O Master. Hallelujah. Speak to us and bless us, O Master. Hallelujah. Through your servants, through testimony, through all exhortations, or some exhortation and all. Speak to us, O Master. Hallelujah. Speak to our hearts. Transform us, O God. Hallelujah. Let us be blessed in your presence. Hallelujah. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Please be seated in the presence of God. Hallelujah. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ ആരാധനയിലേക്ക് കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൽ വന്ദനം സ്വാഗതം അർപ്പിക്കുന്നു. സ്തോത്രം. പല പ്രിയപ്പെട്ടവർ പകൽക്കാലം ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ ശാരീരിക ക്ഷീണങ്ങളൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം പല കുടുംബങ്ങളും പല പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരൊക്കെ ശരീര ക്ഷീണതയിൽ കടന്നുപോയി. സ്തോത്രം. കർത്താവ് പലരെയും സൗഖ്യമാക്കിയത് ഓർത്ത് ഇന്ന് പകൽക്കാലം ആരോഗ്യത്തോടെ ദിവസങ്ങളായിരിക്കാൻ കർത്താവിന്റെ ആക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നാം വായിച്ച സംഗീത ഭാഗത്തേക്ക് വരുമ്പോൾ we are coming to the psalm that we just read. I don't want to talk a lot from this psalm this morning. I'm not going to spend a lot of time. We have meditated on this psalm many times over here. പല പ്രാവശ്യം നാം ഈ സംഗീതം വായിച്ച് ധ്യാനിച്ചതാണ്. ഇന്ന് പകൽക്കാലം ദേവദാസന്മാർ നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് സ്തോത്രം. അല്പമായ ചിന്തകൾ മാത്രം, some thoughts I would like to share. Just mentioning it, just a message, and I would like to wind up. 112 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമായി കരുതപ്പെടുന്ന തലക്കെട്ടില്ല എങ്കിലും 110 സങ്കീർത്തനം മുതൽ ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമായി, ഒരു ലോങ് സോങ് ആയി ഇതിനെ മനസ്സിലാക്കുവാൻ കഴിയും. The speciality of Psalm 110 to 118 is that it reflects our Lord Jesus Christ all throughout the words of the Psalm. കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിഫലിക്കുന്ന വാക്കുകൾ ഇതിന്റെ അങ്ങോളം ഇങ്ങോളം ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. Praise God. Psalm 118 especially is believed to be sung during the time of the second temple, the foundation or the dedication of the second temple. രണ്ടാം ദേവാലയം പണിത സമയത്ത് അവർ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത്, ദൈവത്തിന്റെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ചരിത്ര ഭാഗങ്ങൾ പറയുന്ന ഒരു സങ്കീർത്തനമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. Hallelujah. When they are putting the cornerstone of the church, of the temple, they look forward to the real cornerstone, Lord Jesus Christ. Hallelujah. പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ഭക്തന്മാർ, ഹല്ലേലൂയ, ആലയത്തിന്റെ തറക്കല്ലിടുമ്പോഴും ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമ സ്തോത്രം ദൈവ സഭ ദൈവത്തെ ആരാധിക്കുമ്പോഴും ആത്മാവിൽ അവരുടെ ഉള്ളിൽ വെളിപ്പെട്ട, ഹല്ലേലൂയ, സ്തോത്രം, അത്ര വ്യക്തതയോടെ അല്ലെങ്കിലും അവർ വെളിപ്പെട്ട ഒന്നുകൊണ്ട് ഒരു സത്യമുണ്ട്. There is a chief cornerstone. Hallelujah. ഒരു മൂലക്കല്ല് ഞങ്ങൾക്കായി, ഹല്ലേലൂയ, വെളിപ്പെട്ടു. പത്രോസ് പറഞ്ഞു, ഹല്ലേലൂയ, ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെട്ട ജീവക്കല്ലുകളായി ദൈവം നമ്മെ കണ്ടു. ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആലയത്തിന്റെ ഭാഗമായിരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു കെട്ടിടത്തിന്റെ അല്ല, പ്രിയമുള്ളവരെ, കർത്താവിന്റെ സഭ, കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി നമ്മെ തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളെയും ചേർത്ത് അത് പറയുമെങ്കിലും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും അത്ഭുതകരമായത് യഹോവയാൽ സംഭവിച്ചത് നമ്മുടെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, you have redeemed us and this is so marvelous in our eyes, but this happened by your grace. ദൈവത്തിന്റെ കൃപയാൽ. അത് പറഞ്ഞത് ഇപ്രകാരമാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലായി തീർത്ത ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. No one was considering our Lord Jesus Christ, but we have given the privilege to consider him. Hallelujah. Our God has considered us first, and by faith we also could believe in our Lord, and that is the greatest hope we have. Hallelujah. നമ്മുടെ പകൽക്കാലം ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആലയത്തിന്റെ തണലിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യപദവി ഈ സന്ദേശത്തിൽ ഉടനീളം പറയുന്നത് പോലെ, ഉടനീളം പ്രതിഫലിക്കുന്നത് പോലെ, ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിക്കാൻ, ഹല്ലേലൂയ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവനീതിയിൽ സന്തോഷിപ്പാൻ, ഹല്ലേലൂയ,
യഹോവയുടെ നാമത്തിൽ വരുന്നവനെ ഹല്ലേലൂയ കണ്ട് സന്തോഷിപ്പാൻ. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവം ഹല്ലേലൂയ എന്ന് പറഞ്ഞത് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ. അവസാനം നാം വായിക്കുന്ന അവസാന വാക്യങ്ങൾ വായിച്ച പ്രകാരമാ യഹോവ സ്തോത്രം ചെയ്യുക, അവൻ നല്ലവനല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ഇരുന്നുകൊണ്ട് ഒരു വിശുദ്ധ പകൽക്കാലം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവസ്ഥലത്തിലായിരുന്നുകൊണ്ട് ഒരാഴ്ച കർത്താവിനെ നല്ലവനെന്ന് പറയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കിടയാക്കി ദൈവത്തെ സ്തുതിക്കാൻ. We don't know what is ahead of us. We don't know what is going to happen ahead of us, but we proclaim by faith. നാം പ്രഖ്യാപിക്കുക ദൈവസന്നിധി. Hallelujah. Oh, hallelujah. All our worship services is a proclamation of the grace of God. ദൈവത്തിന്റെ കൃപയെ പ്രഖ്യാപിക്കുന്ന നമ്മുടെ ആരാധനകൾ. Hallelujah. പാട്ടും പ്രാർത്ഥനയും വചനങ്ങളും മാത്രമല്ല, അതിന്റെ എല്ലാം ഉള്ളടക്കം എന്റെ ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ. ഹല്ലേലൂയ. എന്റെ ദൈവം നല്ലവനെന്ന്. ഹല്ലേലൂയ. അവന്റെ എനിക്ക് ലഭിക്കുന്നിടത്തോളം നാൾ എന്റെ ദൈവം എനിക്ക് നല്ലവനാണെന്ന് പ്രഖ്യാപിക്കുന്ന നാളുകളിൽ നോക്കി. ഹല്ലേലൂയ. ആശങ്കകളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നാളെ നോക്കി ദൈവസന്നിധിയിൽ ഭക്തിയോടെ വിശ്വാസത്തോടെ ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു കൂട്ടം ദൈവമക്കൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് നന്മ ലഭിക്കട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ ഓക്കെ ആകട്ടെ, അതിനുശേഷം അഭിപ്രായം പറയാനിരിക്കുമ്പോൾ ദൈവമക്കൾ ലഭിക്കുന്ന നന്മയ്ക്ക് മുൻപേ അത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം നല്ലവനെന്ന് പറയുക. ഹല്ലേലൂയ. ദൈവം നല്ലവനെന്ന് എല്ലാ കാലത്തും പറയുക. God is good all the time. Praise God. Hallelujah. And that's the greatest testament. Praise God. When we are in the presence of God. Hallelujah. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും സ്തോത്രം, പ്രയാസങ്ങളും ഭാരങ്ങളും പ്രതികൂലങ്ങളും ഉള്ളതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം നല്ലവനെന്ന് പറയുന്നത് ഒരു വലിയ അനുഭവം. അതാണ് സ്തോത്രം. That is the greatest testimony we have in the presence of God. Hallelujah. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കുമ്പോൾ നല്ലതെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഹല്ലേലൂയ, പ്രശ്നം നടുവിൽ നിന്നുകൊണ്ട് ശത്രു പറയും, ഇവർ എത്ര പ്രശ്നങ്ങൾ നടുവിൽ നിന്നാലും ദൈവം നല്ലവനെന്നും പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. That itself is a great deliverance. വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പ് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ സ്തുതിക്കാൻ ആരംഭിക്കണം. ഹല്ലേലൂയ. കൃപയെ ആർപ്പോടെ അവർ ആലയത്തിന് അടുക്കൽ കയറ്റും. ഹല്ലേലൂയ. അതെങ്ങനെയെന്ന് അറിയാമോ? കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ പോയി. ഇന്ന് പകൽക്കാലം ദിവസമല്ലായിരിക്കുമ്പോൾ വിടുതൽ ലഭിച്ചിട്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ട് ദൈവത്തെ ആരാധിക്കാൻ നിൽക്കണം. ഇന്ന് പകൽക്കാലം സ്തുതിയോടെ സ്തോത്രത്തോടെ ആരാധനയോടെ ആരംഭിച്ചവർ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രതികൂലങ്ങളുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിച്ചവരാണ് ദൈവജനം. അവിടുത്തെ പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മുടെ അവസ്ഥകൾ എന്താണെങ്കിലും സ്തുതിക്കുവാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്, സ്തുതിക്കുവാൻ പറ്റിയ സമയത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് പറയാതെ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിന്റെ ആ കൈമുതൽ മാത്രം മതി ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചത്, നാം കർത്താവിനെ ആരാധിക്കുന്നത്. I always tell, we stand at this point of history, look back to the cross and praise God. പഴയ ഭക്തന്മാർ മുന്നോട്ട് നോക്കി ക്രൂസിനെ ദർശിച്ചവർ. ഹല്ലേലൂയ. നാം ചരിത്രത്തിന്റെ ഈ കോണിൽ നിന്നുകൊണ്ട് പുറകോട്ട് നോക്കി കർത്താവിനെ ദർശിച്ച് ദൈവത്തെ കാൽവരിയാകത്തെ ഓർത്ത് ആ മൂലക്കല്ല് കണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതിനോട് ചേർത്ത് പണിയപ്പെട്ട ജീവക്കല്ലുകളായി ദൈവത്തെ ആരാധിക്കുമ്പോൾ പഴയ നിയമഭക്തന്മാർ ആ എത്ര പ്രൗഢഗംഭീരമായ ആലയത്തിന്റെ കല്ലിടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ആ മൂലക്കല്ലായ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് മൂലക്കല്ലായി മാറിയ ക്രിസ്തുവിനെ നോക്കി ആരാധിപ്പാൻ ഒരു വലിയ ഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പകൽക്കാലം ദിവസമല്ലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, the ancients of days, ഹല്ലേലൂയ, പുരാതനമേ, ഹല്ലേലൂയ, സ്വർഗ്ഗമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഇതുപോലെ ഒരു നിമിഷം നമ്മുടെ കണ്ട ദിവസത്തിലാണ് ദുരിതങ്ങളുടെ സംഘത്തിൽ പറയുന്ന ഓരോ വാക്യങ്ങളും എല്ലാം വിശദീകരിച്ച് പറയുവാൻ പകൽക്കാലം സമയമെടുത്തില്ല. ഒരു സന്ദേശം മാത്രം പങ്കുവച്ചിരിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി മൂലക്കല്ലായി തീർന്നു. ആ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ട ജീവക്കല്ലുകളായി ഇന്ന് പകൽക്കാലം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി ദൈവത്തെ ആത്മാവിലും ആരാധിക്കാൻ, to worship God in spirit and truth. Hallelujah. To worship our Lord must become the chief cornerstone for us. Hallelujah. For the church. And we are in His presence. We are here to worship Him. Hallelujah. Let us give thanks to God. Hallelujah. പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമായി. ഹല്ലേലൂയ. അതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ആ കാൽവരി യാഗത്തെ ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തുന്ന ആ കർമ്മ യാഗത്തെ വീണ്ടും ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾക്ക് ധ്യാനിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന ഒരു സംഗീതം ധ്യാനിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവിന് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്ത് നിമിഷം ഞങ്ങൾ അനുഗ്രഹിക്കണം. അവിടുത്തെ നാമം ഞങ്ങൾ മഹത്വപ്പെടുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദിവസത്തിനായിരിക്കുന്ന എല്ലാവർക്കും സ്തോത്രം. ഹല്ലേലൂയ. വചനം വീണ്ടും അറിയിക്കുന്നു. ശ്ലോകം തുടർന്ന് സാക്ഷ്യത്തിന് വേണ്ടി സമയത്ത് വേദിക്കുകയാണ്. കുഞ്ഞുങ്ങൾ അത് മുന്നോട്ട് കടന്നു വരും. കിഡ്സ് വിൽ കം ഫോർവേഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ ദ മെമ്മറി വേഴ്സസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഗോ ഫോർ ടൈം ഓഫ് ടെസ്റ്റ്. But according to their own desires, because they have itching ears, they'll heap up for themselves teachers, and they'll turn their ears away from the truth and be set aside for fables. But you, be watchful in all things, endure afflictions, do the work of an evangelist, and fulfill your ministry. Colossians 3:20. Children, obey your parents, for this pleases the Lord. Speak up for those who cannot speak for themselves, and for all the rights of all who are destitute. Speak up and judge fairly, and defend the rights of the poor and the needy. Proverbs 31, verses 8 and 9. Proverbs chapter 8, verse 34 to 35. Once you listen and listen to me, watching daily at my gates, waiting at the posts of my doors, for whoever finds me finds life, obtains favor from the Lord. Psalms 23. The Lord is my shepherd, I shall not want. May the Lord of hosts fill you with the joy of peace, as you trust in Him, so that you may overflow with hope by the power of the Holy Spirit. Romans 15, verse 30. Romans 10, verse 9. If you declare with your mouth Jesus is Lord, and believe in your heart that God raised him from the dead, you will be saved. Blessed are those whose ways are blameless, who walk according to the law of the Lord. Psalms 119, verse 1. If you love me, obey my commandments. John 14, verse 15. Your word is a lamp to my feet and a light for my path. Psalms 119, 104. Blessed are the unfilled in the way who walk in the law of the Lord. Blessed are those who keep his testimonies and seek him with their whole heart. They also do not impute, they walk in his ways. Psalms 119, verse 1, 2, and 3. Amen. Psalms 8, verses 38 and 39. God commits that neither death nor life, neither angels nor demons, neither the present nor the future, nor any powers, neither height nor depth, nor anything else in creation will separate us from the love of God that is in Christ Jesus. Romans 8, verse 28. And we know that all things work together for good to those who love God, to those who are according to his purpose. Matthew chapter 7, verse 7 and 8. Ask and it will be given to you. Seek and you will find. Knock and the door will be opened to you. For everyone that asks receives. For the one who seeks finds. And the one that knocks it will be opened. Beware of false prophets who come to you in sheep's clothing, but inwardly are ravenous wolves. You shall recognize them by their fruits. Can you gather grapes from a thorn bush or figs from thistles? No, you shall not. Therefore, every good tree bears good fruit, and a diseased tree bears bad fruit. For the tree cannot bear diseased fruit, nor can a diseased tree bear good fruit. Every tree that does not bear good fruit shall be cut off and thrown into the fire. Thus you shall recognize them by their fruits.
Matthew 7, verses 15 to 20. Love is patient, love is kind, does not envy, nor does it boast. It does not discourage others, is not self-centered or easily angered, nor does it keep record of wrong. Love does not delight in evil, but rejoices in the truth. Love is always truthful, always hopeful, always peaceful, and always protecting. 1 Corinthians 13, verses 4 to 7. ഇരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഇരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും First of all, Melanie will come forward and share from God's word and testimony and exhortation. After that, Raju will come forward and share from God's word. They will decide. Praise the Lord. It's so nice to be with you all, to worship the Lord with you once again. Thank God for this opportunity. And so many of you familiar faces, and above all that, Pastor Benson and his family are very dear to us. The friendship goes to many years back, and Pastor Benson and Faba and children, Sister Lilikuti, Father David, and then Shinamon and Bijimol and all, we know them for a long time, for many years, and I'm so glad to be with all of them to worship the Lord, and so happy that God opened the doors for them to buy a house. I know it was not easy for a long time. From the time they came to Dallas, they had to live in a very small place, and so I'm so glad that our hearts are thrilled, and
joyful. And now also Roy brother and Kinsey and Joy Chan and family. We know them a long time, even before Pastor Benson moved here. And so we are so glad to be with them to worship the Lord. Unfortunately, Joy Chan and our mama could not join with us, but we are all praying that God will do a miracle. And always they host us, Roy and Kinsey, very gracious, and they host us always in their homes, and we are thankful to them for all the things that God is doing through them, and they have been a great blessing to this church. And Pastor Benson, we pray that God will continue to use them mightily in this place and make them a blessing to the children of God. I know our time is limited. I don't have time to give long introductions, but I am thankful to you all for this opportunity, for giving us this opportunity to be with all of you this morning. And I would like to speak to a short message from God's Word. I would like to speak about spiritual maturity. So Hebrews chapter 5 verse 11 to chapter 6, the author of the Hebrews talking about the importance of spiritual maturity. So spiritual maturity, he says, the Christians, Hebrew Christians, were not matured enough. They were not grown spiritually. Amen. So he wanted to teach them many things, but they were not able to understand. He says, I wanted to teach you many more things, but you are immature. You are like infants who can only drink milk, and you cannot eat solid food. And then he says, I wanted to teach so many deeper spiritual truths. By this time you were supposed to be teaching, you were teachers of the Word of God, but you need someone to teach you all over again the basic elementary truths of God's Word. They were still talking about repentance, baptism, laying on of hands, basic simple truths, but they were never going deeper into the Word of God. So the author was very discouraged that the Hebrew Christians were very immature and they were not able to understand. He wanted to teach them about the high priestly, about the role of the high priest in the Old Testament, and the same way how Jesus became their high priest. So, and I know we don't have time, my time is limited, we don't have time to read all the scriptures, but then you can read them later on. So, then spiritual maturity, physical maturity we can easily measure, right? So, according to the height of the person, weight of the person, we know how spiritual maturity takes place. We know that when a person is 5-year-old, what to expect. When a child is 5-year-old, when a person is 10-year-old, what to expect, milestones. They have several milestones to accomplish at a particular age, and certain height. A 10-year-old, we expect a certain number of feet or height, inches, and then the certain weight we expect. But how do we measure spiritual maturity, the spiritual growth? But many times we measure spiritual maturity by the outward appearance, right? But spiritual maturity is the inward experience that will result in outward behavior. That is what spiritual maturity is. Spiritual maturity is not speaking in tongues. Of course, speaking in tongues is very important. When God gives us Holy Spirit, fills us with Holy Spirit, speaking in tongues is important. Spiritual maturity is not the persons who wear only white clothes, do not wear colored clothes. And spiritual mature people are not the ones who are not wearing jewelry. People may not wear jewelry, but at the same time they are not spiritually mature. And then spiritually matured persons are not the ones who go to church regularly for all the meetings. Yes, it is good to go to church. We need to go to church. That is not enough to show spiritual maturity. That is not the only mark. Going to church for all the meetings is not the only spiritual maturity. And so there are so many other other things. People give a lot of money to church. That does not alone show spiritual maturity. Spiritual maturity is something different, more than all these things. More than not wearing jewelry, more than wearing simple clothes, more than wearing light colored clothes, more than speaking in tongues, and more than giving a lot of money to church. All these things are spiritual, no doubt. Only when we have dedication to God's work and God's ministry, then only we can do all these things. Fasting, the one who fasts often is not necessarily a spiritually mature person.
But fasting is important. Yes, we should not stop. We should keep on fasting. But who is a spiritually mature person? Anybody knows? Spiritually mature person is the one who bears fruits. Amen. Yeah? We have to see the fruits of the Spirit in that person. Then only we can say that person is spiritually mature person. So, spiritually mature, it says, how do we know that a person is spiritually mature? In Matthew chapter 7, verse 15 to 20, Jesus is warning people about false prophets. He says, be careful about false prophets. They come in sheep's clothing, but inwardly they are like ferocious wolves. So then he says then he also says how they can recognize false prophets. He says the false prophets, you can recognize them by their fruits, by the kind of fruits they bear. And the only way to distinguish between true prophets and false prophets is by the kind of fruits they bear. And I am sure this applies to all Christians too. The only way we can recognize true Christians from false Christians is by the kind of fruits they bear. So what happens to the trees when they grow? When the trees grow, they give us fruit. When the vegetable plants grow, when they give us vegetables. And not only that, fruits, the trees when they grow, they give us oxygen, the good air. And they take all the pollution, they take the carbon dioxide, they absorb carbon dioxide and give us, which is a harmful gas, and give us oxygen, fresh air. And they also give us shade. When it is a hot summer and when we need shade, they give us shade. So the trees are very useful for us. And the same way, mature Christians who bear fruits should be useful to God's kingdom and God's children. What kind of fruits the Christians are supposed to bear? The kind of fruits that are mentioned in Galatians chapter 5, verse 22 onwards. The kind of fruits that Christians are supposed to bear are love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. So the spirit, if you know, how do we know a spiritually mature person is the one who has all these fruits? The person who is loving, the person who is gentle, the person who makes peace, who works for peacemaking, the person who is very kind, very good, the person who is faithful and who is self-control. These are the qualities of a spiritually mature person. We don't have enough time to explain. So in John chapter 15, verse 1 and 2, Jesus says, I am the true vine and my Father is the gardener. He cuts off every branch that does not bear fruit. So the vineyard is compared to the God's kingdom. Jesus says, I am the vine. My Father is the one, gardener. And whenever he finds a branch that does not bear fruit, he cuts it off and throws it into the fire. So God does not like to keep the trees in the garden because they are using up the soil. There is no use for anybody. So he cuts off every branch and then throws into the fire. The same thing happens to fruitless Christians. If Christians are found without any fruit, if we have been a Christian for the last 20 years, 10 years, if there is no fruit at all, that means that our faith is that God does not want the people, fruitless Christians in his kingdom. Amen. He wants to cut off all the branches and throw them into the fire. Amen. And it's very strong. God's word is not my word. God's word is very strong. Amen. For fruitless Christians, the condemnation. In Luke chapter 13, verse 6 to 9, we read about a man who had a fig tree planted in his garden. He waited for 3 years for fruit, looked for fruit, but there was no fruit. Amen. And so he told the gardener, cut it off and throw it off. Why should I use the soil? And the man said, sir, let me put more fertilizer. Let's try one more year. Let's give one more chance for this. And let's wait and see. If next year if that does not bear fruit, then we will definitely cut it off and throw it off. The same thing that God is giving us chance again and again. So if we have not got any fruits, God is giving us another opportunity. It's time for us to bear fruit, the fruits that we have mentioned in Galatians 22, to work towards bearing those fruits. God does not want
waste his kingdom, the space that we are using up in God's kingdom. And then we see, so Mark chapter 11 and Matthew chapter 21, both we see one day Jesus and his disciples were walking. So Jesus was hungry and he saw a fig tree and he wanted to eat some fig fruit, but he didn't find any fruits there. So what happened, in one place it says it was not season. It was not season for the figs to come. And then, but Jesus cursed the tree. Is that fair? I used to think when I read, why did Jesus curse this fig tree? It was not season. It was not the fault of the fig tree for not bearing fruit, because we have seasons for some fruits, right? In summertime, mango season or apple season, different seasons are there. It's not the fault of the tree. But then Jesus still cursed that tree because there was no fig tree. There was no fig fruits. He was hungry. So the only way we can spiritualize this one is that we cannot be seasonal Christians. We cannot say, oh, this is not Sunday. Only Sunday I will bear fruit when I come to church. I will show my love, my genuineness, my peace, my gentleness, my good nature. I will show it in the church when I come to church on Sunday or Saturday. But outside, when you go, in our homes, we are different. In our offices, we are different. In our workplaces, in our neighborhoods, we are different. So that's why God's word says we cannot be seasonal Christians. There are some Christians, Christmas time and Easter time, they become so enthusiastic, so inspirational. There are some Christians, when they have sickness or problems, then they try to be more spiritual, try to show more fruits, more good nature. So that's not what God wants us. God wants us to bear fruit in season and out of season. In all seasons, not on Sunday, not on Monday, not on Saturday, but every day, every single minute. We have to show our true Christian nature. So then it says, Paul, we see in 2 Timothy, Paul says to Timothy, chapter 4, verse 2, Paul tells Timothy, preach the word, be ready in season and out of season. So we have to be convinced, rebuke, encourage, and teach with patience. We have to be ready to bear fruit in all seasons. In Isaiah chapter 5, verse 1 to 7, it says, we read about a man who dug up the ground, and removed all the stones. He built a watchtower, he made a wine press, and he was ready. He prepared all the ground, he planted the vineyards, and he even made a wine press, and he was ready for the fruit to harvest and to make the grape juice. But what happened at the end? The fruit was a bad fruit. It was not good for eating, it was wild. So he was really disappointed. The fruit was not good enough. He worked so hard, he prepared the ground. He hired people, to remove all the stones. When the harvest time came, the fruit was bad, not good for eating. And he decided to destroy the vineyard. So the fate of the fruitless trees cut off and thrown into the fire. The fate of the seasonal trees cut off and thrown into the fire. And this is the tree, another kind of tree, which bore bad fruit. Okay? The bad fruit, the trees that bore bad fruit have no place in the kingdom of God. So the same way, the same fate, they were all cut off and thrown into the fire. So what are the bad fruits that Christians bear? Anybody knows? We find again in Galatians chapter 5, verse 19 onwards, bad fruits that Christians have. Sometimes we have been Christians for 20 years, 30 years, 10 years, but we still see bad fruits in us. Anger, hatred, jealousy, sexual immorality, selfishness, gossiping, excessive indulgence in bodily and worldly pleasure, drunkenness, and so on. So we see, even though we are born again Christians, we claim to be born again, we have water baptism, we claim that we're speaking in tongues, we are baptized in the Holy Spirit, but at the same time we have anger. So much anger, I'm not talking about little anger that we get to discipline children or discipline somebody. I'm not telling completely 100% absence of anger, but this is extreme anger, harming other people, talking bad about other people, having jealousy about other people when other people are successful, selfishness. We only see our own
comforts. We do not care for other people's comfort. You know, excessive indulgence in luxuries, bodily sinfulness, worldly pleasures, drinking, enjoying, marrying, all these things. There's so many other things that, you know, they are the bad fruits that Christians have. So God's word says the tree that bore bad fruit had no place. It was cut off and thrown. The same way the Christians who have bad fruits are not eligible to be in the kingdom of God. So God is commanding His servants to throw them out, cut them off, and throw them out into the fire. Why should they use up the soil? Why should they use up my space in the kingdom of God? So that is God's command. And He says, Matthew chapter 7 verse 19, God's word says, every tree that does not bear good fruit is cut down and thrown into the fire. Every tree that does not bear good fruit is cut down and thrown into the fire. So how is it possible? I know the spiritual maturity is very important because God wants us to grow day by day, to see what happens when our children do not grow. When we have children, 2-year-old, if the 2-year-old is not sitting up, not walking, what will happen? We run to all the doctors, make sure that the child is okay. We are so sad, you know, because when our children are not growing and talking, not talking, and the parents are very sad and the family is very sad. The same thing happens to God. When God's children are not mature, not growing, God is very sad. You know, it is painful for God to see that we are not growing. And what do we do for the trees to grow and to give fruit? We water them, we fertilize them, put some fertilizer, you know, so that we can get good fruits fast. And we pour water. And then when they are grown, they give us good fruit and good vegetables. And so what do we do for our physical growth? We spend a lot of time cooking our meals, you know, for our children. We make sure that our children get all the nutritions, you know, like nutrition filled, all the proteins, carbs and minerals, vitamins, everything. We make sure that has everything in the meal. You know, we just don't give them carb alone. We just don't give them protein alone. We just don't give them fats alone. But we make sure that everything is balanced. Everything is mixed together. And balanced meal. We work so hard to feed our people, our families, you know, with a balanced and a healthy meal. And the same way, we need to also work hard to feed our spiritual bodies, right? Spiritualities, our spiritual nature. If we don't take time to feed our spirits, then what happens? We die spiritually. We become weak spiritually. But how do we feed our spiritual bodies, spirituality? By eating the Word of God. We have to eat. Word of God is our food. I don't mean that we have to tear the pages from the Bible and eat one every day. That's not the way. Eating the Word of God is just reading, studying, meditating every day upon the Word of God. You know, we don't understand on our own by reading the Word of God. How do we understand? We have to listen to God's servants explaining and teachings of Sunday schools, teachings, preachings, and everything. So many things are there. We have additional commentaries, additional books, and internet. So many opportunities for us to learn the Word of God now. So we need to learn the Word of God, understand, digest, and meditate again and again. Then only we can grow spiritually. Because unless and until we understand the Word of God, we cannot grow spiritually. And that gives us strength to our bodies. Another way to grow spiritually is how? By spending time in the presence of God. Prayer. Unless we are attached to God's presence, we cannot get the strength that we need to grow. So prayer is the one that keeps us connected to God. So we get connected to God through our prayer. And then he said, John chapter 15, verse 5 and 6, it says, I am the vine, you are the branches. If a man remains in me, I in him, he will bear much fruit. Apart from me, you can do nothing. So as long as the branch is attached to the tree, then only the branch can bear fruit. If the branch says, I don't need you, I need to get out from you, and the branch separates from the tree
the branch cannot survive. It will wither and it will dry and it will go away, it will die. So the branch cannot bear fruit by itself. The same way we need to be attached to Jesus. As long as we are attached to Jesus, as long as we receive our strength from Jesus Christ, we cannot bear fruit on our own. It is only through God's strength and we can bear fruit. So it is good that we grow and bear fruit, but then what? We have to share the fruits with other people, right? We don't eat alone. All the fruit that we bear, we cannot eat alone. We need to share with our families, with our friends, with our co-workers, everyone. You know, there are hungry people everywhere in the world. Hungry, I mean, I don't think that in our community, I don't see any people lacking food. No rice or curry or anything, but they have everything to eat food. There's plenty of food. I don't mean that is the physical food, but this is the spiritual food. There's so many people spiritually hungry, waiting for someone to say a kind word to them. A kind message, gentleness, to show gentle, to show some love, you know. So always bear the fruits of the Spirit, that love, joy, peace, long-suffering, gentleness. Those are the fruits that if we give to other people, they are so happy, they are strengthened, they are spiritually nurtured. You know, if we are around people who are very patient, very kind, you know, very gentle, you know, very peaceful, and if we are in the company of those people, what to do? What happens? We become so, you know, so encouraged, so much encouragement. We receive so much support, you know, so much peace, so much comfort we receive. That's what we need to provide to people. Provide comfort, gentle words, nice words, comforting words. That's what God has called us for. So if we can do all these things and then we fulfill God's will in our lives. God's will is not just to take care of ourselves, but God's will is to take care of others also. We feed ourselves, that is true. We need to take care of ourselves first, and then we need to take care of others people and give them the fruit. Always carry some fruit with you. Always, wherever we go, we need to carry some fruit with us. So whenever we meet hungry people, we can share our fruits with them. I know our time is short, but I'll try to finish as much as possible. And so that is the will of God. God will bless us all if we carry our fruit and share with others. And in 1 Corinthians chapter 13, it says that love, if we have the fruit of love, we have everything. So love is the best fruit that we need to carry. Love covers so many things. You know, love has the elements of other fruits. The best fruit is love. It has everything. 1 Corinthians chapter 13, verse 48, it says, love is patient. Love has patience. Love is kind. Love does not envy about other people. Love does not boast. It is not proud. It is not rude. If we have love, we cannot be rude. You know, if we have love, we cannot be selfish. If we have love, we cannot be unkind. We cannot be rude to people. So love is not easily angered. It keeps no record of wrongs. Love never fails. Of course, there was a saying that an apple a day keeps the doctor away. I don't know if that is really true now anymore, but the berries are the ones healthy fruits, they say now. Instead of apple, so many people support berries. So we can carry some berries like love, you know. Love is equal to berries. And so, and always vegetables and fruits are considered as healthy, you know, to people. Doctors always tell us to eat more fruit and to eat more vegetables. Those are considered as healthy. And the same way, let us carry some fruit of the Spirit with us and to share with all the people, those who are in need, those who are hungry in this world. So may God help all of us to grow spiritually, daily in our lives, and to bear fruit and also to share the fruit with our needy brothers and sisters. Thank God for this opportunity. I pray that God will continue to bless all of you, and please remember us in your prayers. Thank you for your kindness. Amen. Praise the Lord.
എല്ലാവർക്കും വന്ദനം. Greetings to all. ദൈവം നമുക്ക് ഒരുമിച്ച് ഈ അവസരം വീണ്ടും നൽകുന്നല്ലോ. God has given us one more opportunity together once again. ചുരുങ്ങിയ സമയമാണല്ലോ. The time is very limited. അതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. So that's why I don't want to name anybody and talk about them. പാസ്റ്റർ ബെൻസൺ പറഞ്ഞു 12:45 വരെ എനിക്ക് പ്രസംഗിക്കാം. Pastor Benson said that I can talk till 12:45. ഞങ്ങളെ ഇങ്ങോട്ട് രാവിലെ കൊണ്ടുവരുന്ന സമയത്ത് തിരിച്ചു പറഞ്ഞു 12 ആകുമ്പോൾ എല്ലാവരും റെസ്റ്റ്ലെസ് ആകുന്നു. Tinsy told while coming over here that everybody becomes restless at 12:30 p.m. ഇന്നത്തേക്ക് നിങ്ങൾ 12:45 കഴിഞ്ഞിട്ട് റെസ്റ്റ്ലെസ് ആകാം. So for today, get restless after 12:45. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ എൻ്റെ മാതാവ് എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കാര്യം. Yesterday night I told about my mother dedicating me for the work of the Lord. വളരെ ചെറുപ്രായത്തിൽ മാതാവ് മരിച്ചു. At a very small age, my mother died. എൻ്റെ മാതാവ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പിതാവിന് നല്ലതായിട്ട് അറിയാമായിരുന്നു. Whatever my mother told, my father remembered well. എൻ്റെ പിതാവ് പക്ഷേ തൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചത്. But my father's vision was shown to me in a different manner. സുവിശേഷ വേല ചെയ്യണം. You have to work for the Lord. എന്നാൽ എന്തെങ്കിലും ഒരു തൊഴിലിനോടൊപ്പം മതി എന്ന് അദ്ദേഹം തുടർച്ചയായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ട്. He always told me that you do the ministry for the God along with a job. ഞങ്ങൾ പട്ടിണിപ്പാവങ്ങളായിരുന്നു. We were very poor. 3 മക്കളിൽ ആയിരുന്നു മൂത്തത്. Out of 3 children, I'm the eldest. എൻ്റെ നേരെ ഇളയ അനുജൻ എന്നെക്കാട്ടി 5 വയസ്സിനുള്ളതാണ്. My younger brother was 5 years younger to me. അപ്പൊ എൻ്റെ പിതാവിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. I've known my father's heart very well. ഞാൻ കർത്താവിനെ വ്യക്തിപരമായി എൻ്റെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവായിട്ട് അംഗീകരിച്ച ആ പ്രായം The age when I accepted my Lord and Savior, Lord Jesus Christ as my Savior. ഞാനിങ്ങനെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, സുവിശേഷ വേല ചെയ്യണം, പക്ഷേ എന്തെങ്കിലും ഒരു തൊഴിലിനോട് ചേർന്ന് മതി. I had told myself that I should be able to do the ministry of the Lord and serve the Lord, but I should be doing it along with a proper job. ഭാര്യാപുരം യോനാച്ചായന്റെ ഭവനത്തിൽ കടന്നുപോയാണ് ഞാൻ കർത്താവിലേക്ക് തിരിയുന്നത്. So I turned towards the Lord at one brother's place. ഭാര്യാപുരം യോനാച്ചായൻ. Variapuram Yonachan. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ആദ്യം പോയ സമയത്ത് ജോയിച്ചാനും ഉണ്ടായിരുന്നതാണ് എന്റെ വിശ്വാസം. I believe that when I went to go there for the prayer, Brother Joy Varghese was also there. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. His parents were also there. തന്റെ ദാസനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കർത്താവിന് എന്റെ ജീവിതത്തിലുള്ള ഉദ്ദേശങ്ങളെ കുറിച്ച് പറഞ്ഞു. God talked to me through that brother about my plans, about God's plan in my life. അതേ തുടർന്ന് അനേക നാളുകൾ ഞാൻ ദൈവത്തിന്റെ ദൂത് ആ ദൈവദാസനിൽ കൂടെ കേട്ടിട്ടുണ്ട്. I've been hearing the plans of God and prophecy from that brother regarding my life. അപ്പൊ ഒരുപാട് കേട്ടപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞാ എനിക്ക് സുവിശേഷ വേലയ്ക്ക് താല്പര്യമാണ്, പക്ഷേ അത് പൂർണ്ണ സമയം ചെയ്യാൻ എനിക്ക് താല്പര്യം. I told to that uncle Acha, it is good that I can serve the Lord, but I cannot do it full time. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. And the words he told to me is as follows. നിർണയം പ്രാപിക്കുന്നവരെ കാത്തിരിക്കണം, അത് കഴിഞ്ഞു പോയാൽ മതി. You wait until you receive the decision, after that you go. ആ സംഭാഷണത്തിനൊക്കെ മുമ്പ് തന്നെ ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോയി. Before that discussion, I have been to Bible school for study. കേരളത്തിലെ 2 ബൈബിൾ സ്കൂളുകളിൽ ചെറിയ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. I have studied 2 smaller courses in Kerala, various Bible schools. രണ്ടിടത്തും അവരെന്നെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു പഠിക്കാൻ താല്പര്യമുണ്ട്, സുവിശേഷ വേലയ്ക്ക് പോകാനേ താല്പര്യമില്ല. For both the colleges, I told them that I'm interested in studying, but I don't want to go for the ministry. എന്തുകൊണ്ടും അവർ രണ്ടുപേരും എന്നെ പഠിക്കാനായിട്ട് എടുത്തു. However, they even listening to that, they accepted me for the studies. കുറേ നാളുകള് ഇങ്ങനെ നടന്നു കഴിഞ്ഞാണ്
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. After living in this manner, for a long time, I submitted myself for the work of the Lord. കുറെ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. You will understand after some time why I said the story. നിങ്ങളെ ഇവിടുത്തെ സീ വേൾഡിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ എവിടെയെങ്കിലും. You might have gone to the sea worlds nearby. അല്ലെങ്കിൽ എപ്പോഴേലും ഒന്ന് പോകണം. If you have not been, you should go. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ സാന്റിയേഗ സീ വേൾഡ് സന്ദർശിക്കുന്ന സമയം, Few years back, we visited San Diego Sea World. അവിടെ ഒരു ബ്ലൂ വെയിലിനെ കീപ്പ് ചെയ്തിരുന്നു. There is a blue whale there. ബേബി ബ്ലൂ വെയിൽ. It is a baby blue whale. എന്നിട്ട് അതിന്റെ നീളം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 35 അടി, 35 feet. The length of the baby blue whale is 35 feet. എന്നിട്ട് അവിടുത്തെ നോട്ട്സ് പറഞ്ഞത് ഫുൾ ഗ്രോൺ ആകുമ്പോൾ 105 to 110 feet വലുതാകും. The notes specify that when this baby blue whale grows, it will become 105 feet. യോനായുടെ പുസ്തകത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തീർന്നു. If I had any doubt regarding the book of Jonah, at that day all those were cleared. യോനായുടെ പുസ്തകത്തിന്റെ ഉള്ളടക്കം നമുക്ക് എല്ലാം നന്നായിട്ട് അറിയാം. We all know the summary of book of Jonah. പുസ്തകത്തിലേക്ക് നിങ്ങൾ തിരിയണ്ട, വായിക്കുന്ന എല്ലാ വാക്യങ്ങളും സ്ലൈഡിലുണ്ട്. Do not go towards the book, but all the verses are mentioned in the slides. എന്നിട്ട് നമ്മുടെ ആ അറിവ്, നമ്മുടെ എല്ലാ മനസ്സിലുള്ള അറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം, വളരെ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ കാര്യങ്ങൾ. I will say some of the points along with the knowledge of book of Jonah. ഞാൻ ബ്ലൂ വെയിലിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ അതുകൊണ്ടല്ല ഞാൻ യോനായുടെ പുസ്തകം ചരിത്ര പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നത്. I do not believe the Jonah's book was a book of history just because I saw the blue whale. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ വാക്കുകൾ കണ്ട. I only believe in it because of the words of our God. അത് വെറും ഒരു കഥയല്ല എന്ന് ചിന്തിക്കുവാൻ ഉള്ള പ്രധാന കാരണം നമ്മുടെ നാഥൻ അഫർം ചെയ്തിട്ടുണ്ട്, യോന ഒരു ചരിത്ര പുരുഷനായിരുന്നുവെന്ന്. The reason which we have to believe in that words is that our Lord and Savior has affirmed that story regarding Jonah. മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടിടത്ത് ആ വാക്യങ്ങളുണ്ട്. In the book of Matthew there are two places where it is mentioned. സമയ ചുരുക്കത്താൽ നാം വായിക്കുന്നില്ല. Because of the time restriction we are not reading. എന്നാലും കർത്താവ് പറഞ്ഞു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ വേറൊന്നും തരാനായിട്ടില്ല. So Jesus said, except for the sign of Jesus, sign of Jonah, there is nothing else I can give it to you. ഒരിടത്ത് കർത്താവ് പറയുകയാണ്, ആ 41-ാം വാക്യം, നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും, അവർ യോനയുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെട്ടുവല്ലോ. The men of Nineveh will stand up. You can read the slide. Yeah, I didn't bring my glass. Yeah, it's there. The men of Nineveh will rise up at the judgment with the generation and condemn it, for they repented at the preaching of Jonah, and behold, something greater than Jonah is here. നമ്മുടെ കർത്താവ് നമുക്ക് അഫേം ചെയ്തിരിക്കുന്ന കഥയായിട്ടുള്ള ഈ പുസ്തകം, this is the book which our God has affirmed as a story. അതിന്റെ ഉള്ളടക്കം നല്ലതായിട്ട് നമുക്കറിയാം. The summary we know very clearly. എന്നാൽ മറ്റ് പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങളൊക്കെ ദൈവത്തിന്റെ ദൂതൻ അതിന്റെ ഉള്ളടക്കമാക്കി തന്നിരിക്കുമ്പോൾ, when we look at the other prophetic books, we know that they are talking about the prophetic areas of the book. യോന പ്രവാചകന്റെ ഈ പുസ്തകം യോനയെ കുറിച്ച് മാത്രമാണ്. Jonah focuses on the prophet himself. ആക്ച്വലി അവിടെ പ്രവചനമൊന്നുമില്ല. There is no prophecy in that book. അതിന്റെ ആരംഭത്തിൽ ഒരു വാക്യമുണ്ട്, അമിതായിയുടെ മകനായ യോനയ്ക്കുണ്ടായ വെള്ളപ്പാടെന്ന്. In the starting of the book, there is a verse which talks about Amittai, that he is the son of Amittai. നിനവയിൽ താൻ പ്രസംഗിച്ച കാര്യം വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. He did not. There was no mention of God in detail the preaching he did in the city of Nineveh. എന്നാൽ ആരംഭത്തിലെ വാക്യം, അമിതായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അതുകൊണ്ട് ഒരു പ്രവചന പുസ്തകമായിട്ട് നാം അംഗീകരിക്കുന്നു. So we accept it as the book of prophecy, because it is mentioned in the first verse that there is a prophecy for the son of Amittai. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ കുറിച്ച് ഒരു പരാമർശനമുണ്ട്. In the second Kings, he has been mentioned in two instances. 14:23 14:22, 25 25. ഒറ്റ വാചകം വായിച്ചു മാത്രം വിടാം. ഇസ്രായേൽ രാജാവായ യോവാസിന്റെ മകൻ യെരബയാൻ രാജാവായി ശമര്യയിൽ 41 സംവത്സരമാണ്.
In the 15th year of Amaziah, son of Joash, the king of Judah, Jeroboam, son of Joash, king of Israel, became the king in Samaria, and he reigned for 41 years. 25-ാം വാക്യം, ഗത്ഹേഫർക്കാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം. We go to the 25th verse. It says he was the one who restored the boundaries of the Israel from Lebo Hamath to the Dead Sea, in accordance with the word of the Lord, the God of Israel, spoken through his servant Jonah, son of Amittai, the prophet from Gath Hefer. യോന വെറും സാധാരണ പ്രവാചകനായിരുന്നില്ല. He was not a simple prophet. ഒരുപാട് പ്രവചിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ്. He was the servant of God who has prophesied many times. യഹൂദ പാരമ്പര്യ പ്രകാരം ആശേർ ഗോത്രത്തിൽ നിന്നുള്ളവൻ. He is from the Asher, from the tribe of Asher. സരേഫാത്തിൽ നിന്നുള്ള വിധവയുടെ മകൻ. He is the son of Sarephath, widow from the Sarephath. വിധവയുടെ മകൻ മരിച്ചു, അവനെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് ഏലിയാവ് കൊണ്ടുവന്നു. The Elijah brought him to the son of the widow to life. യഹൂദ പാരമ്പര്യം ആ വിധവയുടെ മകനാണ് യോന എന്നാണ്. So he is from the Jewish tradition. എലീശയിൽ നിന്നാണ് പ്രവചന ശുശ്രൂഷയ്ക്കുള്ള നിയമനം തനിക്ക് ലഭിച്ചത്. He got the anointing from Elisha for the prophecy. യേഹൂ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പ്രവാചകൻ ഒരു ആളെ വിട്ടു തൈലപാത്രവുമായി. ആരാന്ന് പേര് പറഞ്ഞിട്ടില്ല. യഹൂദ പാരമ്പര്യ പ്രകാരം ആ പോയത് യോനായ എന്നാണ്. When we read the word of God, it talks about a man from the company of prophet Elisha summoned him, and he was asked to look for Jehu. പാരമ്പര്യ പ്രകാരം 120-130 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. As per the tradition, he lived to be 120 or 130. നമുക്ക് സാധാരണ യോന ഒരു നമുക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നാത്ത ഒരു പ്രവാചകനാണ്. We don't like much about Jonah. എന്നാൽ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. He was a great man. അനേക വർഷങ്ങൾ, അനേക പതിറ്റാണ്ടുകൾ കർത്താവിനെ സേവിച്ച മനുഷ്യൻ. For many years he served God. പാരമ്പര്യം ശരിയാണെങ്കിൽ ഒത്തിരി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചയാൾ. If the tradition is right, he has worked for so many years. ആ വാചകമെല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. I'm not going to read much detail. ദൈവം തമ്പുരാൻ എന്നെയോ നിങ്ങളെയോ ആരെ വിളിച്ചിട്ടും നാം ചെവിക്കൊണ്ടില്ലെങ്കിൽ കർത്താവിന് വേറെ ആരെയും വിളിക്കാം. If God, our Heavenly Father, calls us for certain work, if we are not listening to the word of God, then He can choose anyone else. എന്നാൽ കർത്താവ് എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. But God doesn't do this more often. ദൈവം നമ്മളെ തിരിച്ചു മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് തന്റെ പന്താവിലേക്ക് കൊണ്ടുവരുന്ന ദൈവം കൂടെയാണ്. Our God will work in our life in different manners and bring us back to His work. God will roll over us. ദൈവം നമ്മളെ തിരിച്ചു തങ്ങളിലേക്ക് കൊണ്ടുവരും. He will roll over us. ആമേൻ. God rolled over Jonah. Jonah എത്ര പോയതെല്ലാം നമുക്കറിയാം. പക്ഷേ ഉയരത്തിലെ ദൈവം തന്നെ തിരിച്ച് തന്റെ ഉദ്ദേശ നിവർത്തിക്കായി തങ്ങളിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൈവമാണ്. We know where Jonah went, and we know that God rolled over Jonah and brought him back to his work. എനിക്ക് ഇവിടെ നിന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുമ്പോൾ from here when I am speaking the word of God to you, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച ദൈവത്തോട് യെസ് ലോർഡ്, ഞാൻ കർത്താവേ നിന്റെ വഴി മാത്രം സ്വീകരിച്ച് പൊക്കോളാമെന്ന് പറഞ്ഞതിന് ഇന്നുവരെയും ഞാൻ അനുഭവിച്ചിട്ടില്ല. I've never regretted saying yes to my Lord for His work. എന്നെ ദൈവത്തിന് വേണമെങ്കിൽ പോകുന്ന വഴിക്ക് പോകട്ടെ എന്ന് പറയാമായിരുന്നു. If God wanted me to go, He could have told me to go your way. ആ ദൈവത്തിന് വേറെ എത്രയോ പേരെ വിളിക്കാമായിരുന്നു. God could have called many other people. ദൈവത്തിന്റെ ആത്മാവ് നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. But the Holy Spirit continuously talked to me. യോനാചാൻ പറഞ്ഞതുപോലെ നിശ്ചയം പ്രാപിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെ ക്രിയ ചെയ്തു. The way Jonathan told to me to till the decision comes, stay and wait upon the Lord. ആദ്യമായി 3 ദിവസം ഉപവസിക്കുന്ന സമയത്ത് I was fasting for 3 days. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്ത് ചുരുക്കം ചിലരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് I was praying with few people after Saturday afternoon. ദൈവത്തിന്റെ കൃപയുടെ വലിയ വ്യാപാരം ഞാൻ അനുഭവിച്ചു. I experienced the grace of God. ദൈവ ശബ്ദത്തിന്റെ വ്യാപ്തി ഞാൻ മനസ്സിലാക്കി. I understood the word of God towards me. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചു. I submitted myself for the work of God. ഞാൻ ഇന്നലെ രാത്രി ഓർത്തു, വളരെ വേറെ എന്ത് ജോലി ഞാൻ ചെയ്തിരുന്നെങ്കിലും ഇതുപോലെയുള്ള സംതൃപ്തി എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. Yesterday night I was thinking, whatever other work, even if I have done, this kind of satisfaction I wouldn't have enjoyed. എന്റെ പിതാവിന്റെ ദുഃഖഭാരം എങ്ങനെ ഭവനത്തിൽ ഒരു ഉന്നമനം ഉണ്ടാകും എന്നുള്ളതാണ്.
My father's thought was how my family will be a great. എഴുതാനും വായിക്കാനും അറിയാത്ത എന്റെ പിതാവ് കുവൈറ്റിൽ പോയി 10-12 വർഷം ജോലി ചെയ്തു. My father, who do not know about writing and reading, he went to Kuwait and worked for 10 to 12 years. അദ്ദേഹം മടങ്ങി വന്ന കാലം മുതലേ നല്ല പങ്ക് സമയം മരണം വരെ പ്രധാനമായി തന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ എന്നെ ദൈവം ബലപ്പെടുത്തിയത്. God empowered me to fulfill all my father's desires. After he came back from Kuwait and until the day he died, I was there to fulfill his desires. അത്യധികമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. God blessed me in abundance. എപ്പോഴും ഓർക്കണം ജീവിതത്തിൽ, one thing we must all remember, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ നാം നമ്മുടെ വഴികളിൽ നടക്കുകയാണെങ്കിൽ ദൈവം യോനയെ റോൾ ഓവർ ചെയ്തതുപോലെ നമ്മയും റോൾ ഓവർ ചെയ്യും എന്നത് മറക്കരുത്. We must remember one thing: if we hear the word of God and yet we are not listening to the word of God and following Him, the way God rolled over Jonah, the same manner He will do that with us. യോന കടന്നുപോയ വഴികൾ ശോചനീയമാണ്, വളരെ ശോചനീയം. The way where the Jonah went, all those paths was challenging. മത്സ്യത്തിന്റെ വയറ്റിൽ നാം പോയില്ലെങ്കിലും വളരെ ശോചനീയമായ അവസ്ഥകളിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തിന്റെ വഴി തിരിച്ചറിഞ്ഞിട്ട് നാം ദൈവോടി വിട്ട് ഓടിപ്പോകരുത്. We must not go away from the way of the Lord, even though we might not face the challenges like going into the way. We might face many challenges. തമ്പുരാൻ ഒരു കാര്യം നമ്മളിൽ കൂടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് നിറവേറ്റും. If God has decided one thing for us, He is going to fulfill that in our life. യെശയ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. When we go to the book of Isaiah 46, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. I made known the end from the beginning, from the ancient times, what is still to come. I say my purpose will stand and I will do all that I please. From east I summon pray. എന്റെ ആലോചന നിവൃത്തിയാക്കും. I will fulfill what my purpose. എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. I will bring my purpose will stand. അത് നിറവേറ്റുന്നിടത്തോളം കർത്താവ് നമ്മളെ പിന്തുടരും. Till that plans are fulfilled, He is going to follow us. അവന്റെ കരം നമുക്കെതിരെ ഭാരമായിട്ട് ഒരിക്കലും വരാതിരിക്കട്ടെ. God's hand should not become a heaviness upon us. യോന എന്താ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. We know what happened with Jonah. താനെ ഓടിപ്പോയി. He went away. താൻ പോയതൊക്കെ നമുക്കറിയാം. യോപ്പ തുറമുഖത്തിൽ നിന്ന് തർശീസിലേക്ക് കപ്പൽ കയറുന്നു, കാറ്റടിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. We know all the stories and we follow the paths of Jonah. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലുമുള്ള ഒരു പ്രയോഗം 3-ഇടത്തുള്ളത് ഞാൻ ഊന്നി പറയാം. I'm going to read about the chapter 1, 3 and 10. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. എന്നിട്ട് ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പൊക്കളവാൻ അതിൽ കയറി. എന്നിട്ട് നടന്നത് നമുക്കറിയാമല്ലോ. 10-ാം വാക്യത്തിൽ ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. അവരോട് നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. When we read Jonah 1 first chapter, we see that Jonah ran away from the Lord and headed for Tarshish, and he went down to Joppa. And in the 10th verse, we see that they terrified at this and they asked, "What have you done?" They knew he was running away from the Lord because he has already told them so. ഞാൻ ആ സ്ലൈഡിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരുടെയും ഉള്ളത്തിൽ അത് കുറിച്ചാട്ടെ. Everybody write down what is in their hearts, what you have seen in this slide. യഹോവയുടെ സന്നിധിയിൽ നിന്ന് from the presence of God, ഓടിപ്പോകുക. running away from the presence of God. അതിന്റെ അക്ഷരീയ അർത്ഥം ഇങ്ങനെയാ: ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ മുമ്പാകെ നിൽക്കുന്നതിൽ നിന്ന് മാറിപ്പോകുക. Literally it means from being before the Lord. ദൈവത്തെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് ഓടിപ്പോകുക. Without receiving God, we are running away from Him. അതാണ് അതിന്റെ അർത്ഥം. That is the meaning of ഗലീല നാട്ടിൽ എവിടെയോ വെച്ചാണ് തന്നോട് ദൈവം സംസാരിക്കുന്നത്. God talked to him in one of the places in Galilee. അവനെ അവോയ്ഡ് ചെയ്തിട്ട് യോപ്പയിലേക്ക് പോകുക, അവിടുന്ന് തർശീസിലേക്ക് പോകുക. So Jonah is avoiding God and is going to Joppa and Tarshish. അപ്പൊ താനിങ്ങനെ ഓടി പോകുകയാണെന്ന് നമുക്കറിയാം. He is running away from God. ജീവിതത്തിൽ മറക്കരുത്, അകലം ദൈവത്തിൽ നിന്ന് ഒരു രക്ഷയും ഒരു വിടുതലുമല്ല.
Going away from the God is not a salvation for you. ആകാശവും ഭൂമിയും സമുദ്രവും ഉണങ്ങിയ നിലവും യഹോവയുടേതാകുന്നു. There is no protection against God, for to the Lord belong the heaven and earth and the sea and the dry land. മറക്കരുത്, ഗലീലയിൽ നിന്ന് യോപ്പയിൽ ചെന്നതുകൊണ്ട് ആമേൻ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് വരത്തില്ല. Do not forget that going away from Galilee to Joppa, he's getting away from the presence of God. ഡെൻവറിൽ വന്നതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മാറിയിരിക്കാമെന്ന് വിചാരിക്കരുത്. Don't think that you have come to Denver, you can go away from the presence of God. എവിടെ പോയാലും നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്താണ് നാം. Wherever we are going, we are at the presence of God. 139 സങ്കീർത്തനക്കാരൻ പറയുകയാ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? The psalmist says, from thy presence, where else can I go? സ്വർഗ്ഗത്തിൽ കയറിയാൽ അവിടെ നീയുണ്ട്. When I go to heaven, you are there. പാതാളത്തിൽ നീയുണ്ട്. You are there in the hell. സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ നീയുണ്ട്. You are in the sea, underneath the sea. ഇരുട്ടനെ മൂടിക്കളയട്ടെന്ന് പറഞ്ഞാൽ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എല്ലായിടത്തുള്ള ദൈവമാണ്. Our God is present everywhere. His character is everywhere. ദൈവവചനം പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന 3 വാക്കുകളാണ്. God is ദൈവ സർവ്വവ്യാപി, ദൈവ സർവജ്ഞൻ, ദൈവ സർവശക്തൻ. When we read the word of God, we say 3 things. God is omnipresent, God is omniscient, and God is omnipotent. ദൈവം സർവ്വവ്യാപി എന്നുള്ളത് മാത്രം ഒന്ന് രണ്ട് പറഞ്ഞ് നമുക്ക് പോകാം. Let us understand about what you mean by God is omnipresent. എല്ലായിടത്തുമുള്ള ദൈവം. God is present all over. ദൈവമില്ലാത്ത ഒരിടമില്ല. There is no place where God is not there. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനൊക്കെ എത്ര അപ്പുറത്താണ് നമ്മുടെ ദൈവം. Our God is beyond any imagination which we can think through our mind. അപ്പൊ പിന്നെ ഈ ദൈവം തമ്പുരാൻ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി എന്ന് പറയുന്ന അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ? There is a contradiction when we say that I've run away from the presence of God and yeah. God is present everywhere. എല്ലായിടത്തും ദൈവമുണ്ട്. God is present everywhere. ചിലയിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായിട്ടുണ്ട്. In certain places, God is having a distinguished presence. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായി വെളിപ്പെടുന്നു. God will reveal His special presence at a chosen place. സമാഗമന കൂടാരത്ത് ആ പ്രത്യേക ഇടമാണ്. Even the tabernacle is that place. ദൈവത്തിന്റെ പ്രത്യേക യെരൂശലേമിലെ ദേവാലയം ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായി ഇറങ്ങി വന്ന ഇടമാണ്. The temple in Jerusalem has got the special presence of God. നാം ആരാധനയ്ക്കായി കൂടി വരുന്ന ഈ സ്ഥലം ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം വെളിപ്പെടുന്ന ഇടമാണ്. In the presence of God to worship God, this is a special place. എന്നിട്ട് കർത്താവ് പിന്നെ തന്റെ പ്രത്യേകമായുള്ള തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. Reveal His special presence for the chosen people. ഈ പകൽക്കാലം ഇവിടെ നടന്ന ഓരോ പരിപാടികളുമല്ല നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. It is not the events or the programs which happen today in this church. നമ്മുടെ മധ്യയുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. It is the presence of the God which gives us happiness. പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ആരാധിക്കുമ്പോഴെല്ലാം നാം ദൈവത്തിന്റെ സാന്നിധ്യം ഒരുമിച്ച് അനുഭവിക്കുന്നു. When we are singing songs and praying and praising God, we are experiencing the presence of God. വേദനകൾ മറന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നു. We forget the pain and ആത്മനിറവിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു. we fill in the Holy Spirit and അന്യഭാഷകളിൽ worship God. ദൈവത്തെ ആരാധിക്കുന്നു. We speak in the unknown tongues and worship God. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ തന്റെ സവിശേഷ സാന്നിധ്യം വെളിപ്പെടുത്തുന്നവരാണ് God also ദൈവം. reveals a special presence with the chosen people. ഒത്തിരി കാര്യങ്ങൾ എന്റെ മുന്നിലുണ്ട്. There are many things behind that. ആദമിനോടും ഹവ്വയോടും കൂടെ ഇറങ്ങി വന്ന ദൈവം. The God who came down for Adam and Eve. കയ്യനോട് പറഞ്ഞു നീ ഉഴലുന്നവനാകുമെന്ന്. For Cain, he said that you were the one who will be wakened up. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഒരു സമയം പറഞ്ഞു എന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരത്തില്ലെന്ന്. One instance God told the children of Israel that my presence will not പിന്നെ go പറഞ്ഞു with എന്റെ you. സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞു. Then he said that my presence shall go with you. മോശയോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം പ്രത്യേകമായി വെളിപ്പെട്ടു. And God revealed His presence with Moses especially. അപ്പൊ തന്റെ ജനം ദൈവത്തിന്റെ സാന്നിധ്യം ഏറെ അനുഭവിച്ചവരാണ്. Moses and children of Israel have experienced the presence of God extremely. തീച്ചൂടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം. Our God has come down in fiery furnace. സിംഹങ്ങളുടെ ഗുഹയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം. God has come down. The presence of God was in the den of പോളികാർപ്പ് എന്ന് പറയുന്ന ദൈവദാസൻ.
the Polycarp, the bishop of Smyrna, തീക്കിരയാകി തുടങ്ങുന്ന സമയത്ത് during the time when he was about to യേശുവിനെ go, തള്ളിപ്പറയാൻ എല്ലാവരും തന്നോട് പറഞ്ഞു. everybody told him to leave Jesus താൻ Christ. ഇങ്ങനെയാണ് പ്രതികരിച്ചത്. And this is the way he ഈ responded. 86 വർഷം നന്മയല്ലാതെ ഒന്നും എന്റെ ദൈവം എന്നോട് For ചെയ്തിട്ടില്ല. 86 years there was nothing but goodness in me through ഞാൻ അവനെ എങ്ങനെ തള്ളിപ്പറയും? How can I deny അവിടെ the Lord? വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം, That's the place where God's presence was there. യോനായുടെ കപ്പലിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, Jonah's ship, താൻ പാർത്ത തിമിംഗലത്തിന്റെ വയറ്റിൽ വെളിപ്പെട്ട ദൈവ in the സാന്നിധ്യം. belly of the whale, God's presence was there. ആമേൻ. ഒരിക്കലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവാഹിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കരുത്. We cannot bring the presence of God by invitation. വിനയത്തോടെ ദൈവസ്ഥലിൽ നമ്മളായിരിക്കുമ്പോൾ We should be present in the presence of God with നമ്മുടെ humility. മധ്യേ കടന്നു വരുന്നവനാണ് നമ്മുടെ ദൈവം. Where God comes to us in His presence amongst us. ആമേൻ. അവസാനമായി At the last, ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് at the end of Jonah, book of Jonah, ആ 4-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ chapter 4, 4 to 8. ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ. These are the verses which I have നിങ്ങൾക്ക് underlined. കഥയറിയാം, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന മാത്രം ഞാൻ വായിക്കാം. I will read only the things which I have underlined. ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. You have to read from there. Verse 6. Appointed. Yeah. Verse 6, 4:6. Then the Lord God provided a leafy plant and made it grow upon Jonah to give shade for his head, to ease his discomfort. ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. He appointed shade upon him. Okay. And 7-ാം വാക്യം 7th verse. പുഴുവിനെ കൽപ്പിച്ചാക്കി, അപ്പോയിന്റ് ചെയ്ത്. He appointed a worm. 8-ാം വാക്യം കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. He brought scorching east wind. എല്ലായിടത്തും appointed, appointed, appointed. We can see that everywhere it is mentioned provided or appointed. ആ വചനം എന്റെ ഹൃദയത്തെ ഒരുപാട് സ്പർശിക്കുന്നുണ്ട്. That verse has touched my heart. എങ്ങനെയൊക്കെയാ ഒരു ചെടിയെ, He appointed a plant. ഒരു പുഴുവിനെ, He appointed a worm. കിഴക്കൻ കാറ്റിനെ He also appointed an eastern wind. ഹൃദയത്തിൽ കുറിക്കുക. Write down in your ചില heart. സമയത്ത് നാം പ്രതീക്ഷിക്കാത്ത ചിലതിനെയെല്ലാം നമ്മെ ദൈവത്തിന്റെ നേർവഴിയിൽ നടത്തുന്നതിന് ദൈവം കൽപ്പിച്ചാക്കും. God will appoint certain things to make us to work and walk in the path of God. എത്രയോ കാര്യങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ട് How സാധിക്കും. many things we can remember? ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. Let us submit our hearts in the presence of God. സ്വർഗ്ഗപിതാവേ, Dear God, നിന്റെ ശബ്ദത്തിനായിട്ട് സ്തോത്രം. thank you for the words. നിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷത്തിനായിട്ട് സ്തോത്രം. Thank you for the presence and joy. ഞങ്ങൾ എവിടെയൊക്കെ പോയാലും നിങ്ങളേക്ക് നീ മടക്കി ഞങ്ങളെ കൊണ്ടുവരുന്നതാണല്ലോ. Lord, you're the one who brings us back wherever we go. ഞങ്ങളോട് നിന്റെ ദൂതറിയിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കാത്തവയൊക്കെ നീ അപ്പോയിന്റ് ചെയ്ത ദൈവമാണല്ലോ. Lord, you appointed certain people to speak to us and prophesy unto us. സമർപ്പിക്കുന്ന കർത്താവേ, We submit ourselves, O Lord. കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. Wrap us up in thy grace, O Master. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' name. Amen. Praise God. Hallelujah. Thank you, Jesus. Hallelujah. കേൾക്കപ്പെടുന്ന ഭാഗത്തിന് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിക്കാം. Hallelujah. Praise the Lord. God is present everywhere, but His special presence is upon those people and those appointed places. Hallelujah. നമ്മുടെ ദൈവം എല്ലായിടത്തുമുള്ള സർവ്വവ്യാപിയാണ്. അതിന്റെ സാന്നിധ്യം ചിലയിടങ്ങളിൽ പ്രത്യേകമുണ്ട്. ഇതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിച്ച കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിച്ചാണ്. Hallelujah. Praise the Lord. Hallelujah. God appoints certain things in our lives to bring us back, to roll us back towards His will and purpose. Hallelujah. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മെ വീണ്ടും ഉരുട്ടി കൊണ്ടുവരുവാൻ, വീണ്ടും നമ്മെ മടക്കി വരുത്തുവാൻ ദൈവം ചിലതിനെ നിയമിക്കും. Hallelujah. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ appointments, God's appointments shall be a blessing in our life. Hallelujah. Praise the Lord. ദൈവ സാന്നിധ്യമില്ലാത്തത്, ദൈവത്തിന്റെ സ്ഥലത്ത് ഓടിപ്പോകുന്നത് ഒരിക്കലും വിടുതലല്ല, അതൊരു ശാപമാണ്. Hallelujah. ഇതാണെങ്കില് കർത്താവേ, മോശം പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ, Hallelujah, your presence is most dear to us. That is what we expect. That is what we desire the most. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ടവരിൽ ഭാഗത്തെ സമർപ്പിക്കാം. പ്രിയദാസന്റെ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടി കേൾക്കുവാൻ നമുക്കിടയായിട്ടുണ്ടല്ലോ. ആത്മീയമായ പക്വത പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. Hallelujah. നമ്മുടെ പുറമേ ഉള്ളതൊന്നും ആത്മീയമായ പക്വത, ഫലം കായ്പാൻ, ഫലം അനുഭവിപ്പാൻ, ഫലം മറ്റുള്ളവരിലേക്ക് എത്തിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ദൈവം കേൾപ്പിച്ച
ചിന്തിച്ച ആലോചനകളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് അനുഗ്രഹമാക്കി വിടുതലാക്കി തീർക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. Glory to God. പിതാവേ, നന്ദിയോടെ അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. Glory to God. Hallelujah. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം അങ്ങയുടെ പാതവഴിയായി അങ്ങയുടെ തിരുവചനം ശ്രമിപ്പാൻ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരുന്നു. സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരിൽ കൂടെ വലിയ കാര്യം ചെയ്യുവാൻ പോകുന്ന എല്ലാ ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തലമുറയെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവുവരെയും ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ സ്വർഗീയ പിതാവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിഥികളായി കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഒരുമിച്ച് തന്ന കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസയിൽ കൂടെ അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്നേഹത്തിന്റെ ആത്മാവിൽ സ്നേഹത്തിന്റെ ഫലമുള്ളവരായി ഓരോ നിമിഷവും ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധി വിട്ട് ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിപ്പാൻ കഴിവില്ലപ്പാ. ആ സന്നിധി വിട്ടു പോകാൻ ഞങ്ങൾ ഒരിക്കലും തുനിയുവാൻ ഇടയാകാതെ ദൈവിക ആലോചന കേട്ട് അങ്ങയുടെ ആലോചന പ്രകാരം മാത്രം മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെയും അങ്ങയുടെ ദാസിയെയും അധികം ദൈവകൃപ നിറയ്ക്കണമേ. അയക്കുന്നിടത്തൊക്കെ അവിടുത്തെ കൃപ പൊതിഞ്ഞ് കാക്കുമാറാകണം. ശരീരാത്മതകളെ ബലപ്പെടുത്തണം. ഒരുമിച്ച് എന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസനെയും കുടുംബമായി സഹായിക്കണം. രോഗിയായവരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ യോജിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ അങ്ങയുടെ ഭൃത്യനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണം. റോസമ്മാമയെ സഹായിക്കണം. കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളിൽ പലരും കർത്താവെ ഇപ്പോഴും ശാരീരിക ക്ലേശത്തോടെ ആയിരിക്കുന്നു. അങ്ങയുടെ വിടുതൽ അങ്ങയുടെ സൗഖ്യം എല്ലാവരുടെ മേലും പകരണമേ. ഞങ്ങളുടെ കർത്താവ് എത്ര നല്ല ദൈവമാണ്. ഏത് സ്ഥാനത്തും ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവിടുത്തെ മഹാദയക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ആഴ്ചത്തെ കൂട്ടായ്മകളെ എല്ലാം അങ്ങയുടെ പാതവിടെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ. ഇന്ന് ഈ ആരാധനയിൽ വരുവാൻ കഴിവില്ലാതെ ഭവനങ്ങളിലായിരിക്കുന്നവരെ പ്രിയപ്പെട്ടവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെയും പൊതിയുമാറാക്കണം. എല്ലാ ദാനങ്ങൾക്കായി ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രാർത്ഥനയും യാചനയും കർത്താവ് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാറെ യഹോവ ഈ മനസ്സലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും അവരും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് ദിവസഭയിലെ എല്ലാ ഭവനങ്ങളിലും എല്ലാ വിശുദ്ധന്മാരോടും പ്രതികാൽ നമ്മുടെ മധ്യവചന സൃഷ്ടി ദേവദാസനും കുടുംബത്തോടും ശുശ്രൂഷയുടെ കൂടെ കർത്താവിന്റെ നാൾ വരെ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ